ആ എന്താണ് വർത്താനൊക്കെ? സുഖമാണ്, കുഴപ്പമൊന്നുമില്ല. അതിനാ ഞാൻ പണി പറ്റിപ്പോൾ എന്താണ് എൻ്റെ അടുത്തന്നെ? കുഴപ്പമൊന്നുമില്ല, സുഖമാണ്. കയറുന്നില്ലേ? ഇല്ല, കയറുന്നില്ല. ഞാൻ എന്നോടേ കാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് വന്നു. എന്ത്? എൻ്റെ ചെക്കനെ ഒന്ന് ശ്രദ്ധിച്ചാളേണ്ടി. എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ വരുമ്പോൾ അവൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസമായി എന്നോട് ഇങ്ങനെ പറയണമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എങ്ങനെ പറയാ ചിട്ടാ, അവന് ഒരു വേണ്ടാത്ത ലെവലിലാണ് ഇപ്പോൾ ഞാൻ അവനെ കണ്ട്. ഒന്ന് ശ്രദ്ധിച്ചാൽ നന്ന്. ഇങ്ങനെ കയറൂരി വിടണ്ട. പറയാണ്ട് വന്നാണ്. എന്താ ഷെഫിക്ക് ജി പറഞ്ഞത്? എനിക്ക് ഇജി എൻ്റെ ചെക്കന്മാരെ കുറിച്ചൊരു കുറ്റം പറഞ്ഞിട്ട് കുറച്ച് കൂടുതലിട്ട് എൻ്റെ കുട്ടികളൊന്നും അങ്ങനത്തെ ഒരു വേണ്ടാത്തതിലേക്ക് എനിക്ക് തോന്നുന്നില്ല. ഓട്ടൊക്കെ ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടാക്കണതാണ്. ഞാൻ ഇന്ന് വരെ വല്ല മനസ്സൊന്നും വിഷമിച്ചിട്ടില്ല. ഞാൻ ഇജി എന്നിട്ട് എന്നോട് കുട്ടികളെ കുറിച്ച് കുറ്റം പറയാനപ്പോൾ ഇപ്പം ഇങ്ങനെ സോപ്പിട്ട് മാറ്റി കൂടി വന്ന് എൻ്റെ കുട്ടികളെ പറ്റിയിട്ടേ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇജി എന്നോട് എൻ്റെ കുട്ടികളെ കുറിച്ച് കുറ്റം പറയണ്ട. ഇജി എൻ്റെ കുട്ടികളൊന്നും പോയി നോക്കിക്കളുണ്ട്. ഇപ്പം എൻ്റെ കുട്ടികളും എൻ്റെ കുട്ടികളൊന്നുമില്ല, ഒക്കെ ഒരേ മാതിരി തന്നെ. ഇക്കുണ്ട് 2 എണ്ണം വരുന്നത്. ഒറ്റ ഇതേമാതിരി എന്തെങ്കിലും കാണാനായി ജിന്നോട് വന്ന് പറയണം. ഇപ്പം നാളെ ഞാനിത് പറയാതെ എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇക്ക് പറഞ്ഞില്ലല്ലോ, എന്നോട് പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ഖേദമൊക്കെ ഉണ്ടാവരുത്. അതുകൊണ്ട് ഞാൻ വന്ന് പറഞ്ഞു. ഇജി എങ്ങനെ എടുത്താലും വേണ്ടില്ല, നല്ലതായിട്ട് ചിന്തിച്ചാലും വേണ്ടില്ല, ചീത്തമായിട്ട് ചിന്തിച്ചാലും വേണ്ടില്ല. ഞാൻ പറയട്ടെ, അതായിക്കോട്ടെ. എൻ്റെ കുട്ടികളെ നോക്കൊക്കെ അറിയാം. ഞാൻ നോക്കിക്കൊണ്ട് ഇജി എന്താ ചെയ്യിക്കോ, എൻ്റെ ഉത്തരവാദിത്തം ഞാൻ അത്രയൊക്കെ പറയാനുള്ളൂ. നീ ചിലപ്പം മോനിജ് വരുമ്പോ ഒന്ന് ശ്രദ്ധിച്ചോ. ആയിക്കോട്ടെ, ഞാൻ എന്റെ കുട്ടികളെ ഞാൻ ശ്രദ്ധിച്ചോണ്ടേ. എനിക്കിഞ്ഞൊന്ന് പറയാം. എന്റെ പണി നോക്കി പോയിക്കോ. കുട്ടികളെ നോക്കി കുറ്റം പറയാൻ നടക്കുക. ഞാൻ എന്റെ ഉപ്പാനെ കാണാൻ വേണ്ടിട്ട് വന്നാണ്. ഇന്നെ കുറിച്ച് വല്ലതും പറയാൻ വന്നേക്കാനോ? ഇന്നെ കുറിച്ച് വല്ലതും ഇവിടെ ഏട്ടൻ പറഞ്ഞു കൊടുത്താ നിങ്ങൾക്ക് പണി വരിക. അങ്ങനെ ഒരു സ്വഭാവം എടുക്ക്. എന്താണ് ഉപയോഗാനെ? നിങ്ങളവിടെ ഒതുങ്ങിയിരുന്നോളി. നിങ്ങളെ പണി നോക്കിയാൽ മതി. എന്റെ കാര്യം നോക്കിയാൽ ഈ കക്കറിയാ. എന്റെ കാര്യത്തിലായിട്ട് ഇടപെട്ട ഇപ്പഴൊന്നും നോക്കൂലട്ടാ, വിവരം അറിയും. ഞാൻ എന്നോട് പറഞ്ഞില്ലേ എന്ത് ചെക്കനിപ്പോ എന്തോ ഒന്ന് പറഞ്ഞേ. ഞാൻ പറയുമ്പോ എനിക്ക് എന്നോട് ചൂടാൻ വേണ്ടിയാണ്. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളെ, എൻ്റെ കുട്ടികളെ മാത്രമല്ല, ഒരുവിധമുള്ള കുട്ടികളൊക്കെ കാര്യം ഇങ്ങനെയൊക്കെ തന്നെ. ഇനിയിപ്പോ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാല് കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോന് പഠിക്കുന്ന സ്കൂളത്തെ മാഷ്മാരോടൊക്കെ ഒന്ന് പറഞ്ഞിട്ടേ ഇതിന് ചെയ്യാൻ നോക്കും. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലപ്പോ. ഇവിടെ ഇങ്ങനെന്നുള്ളത് ഞാൻ അറിയില്ല. ഇവന്റെ കണ്ണും മോറൊക്കെ കണ്ട എനിക്ക് പണി തരുന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പോയിരിക്കുന്നത്. എന്താടാ ഇങ്ങനെ? ഞാൻ അതല്ല എന്നോട് പറഞ്ഞത്. നമ്മുടെ മക്കള് പറഞ്ഞാൽ നമ്മക്ക് വലിയ തന്നെയാണ്. നാട്ടുകാരെ അടികൊള്ളാൻ വേണ്ടിയിട്ട് വിടാക്കണ്ട. ഓല് എവിടുക്കാ പോണെന്നും ഓല് പൈസ നമ്മൾ കൊടുക്കുന്ന പൈസ എന്തിനാന്നും ഓല് എപ്പോഴാ വരുന്നതെന്നൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളെ നമ്മൾ തന്നെ നോക്കണം. ഇങ്ങനെ ഓരോരുത്തരും ഓരോ കുടുംബത്തിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ മക്കളൊക്കെ നന്നാവും. അതുകൊണ്ട് ഈ തലമുറ കുറെ കണ്ട് ശരിയായി കിട്ടും. അതാണ് നമ്മളിനിപ്പോൾ ചെയ്യേണ്ടത്.